ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും നമ്മൾ ഏതെങ്കിലും ടോയ് ഷോപ്പിലാണോ എന്ന്. പക്ഷെ അല്ല, ഇന്ന് നമ്മൾ നമ്മുടെ ഇക്കുക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്സൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം പുള്ളി ഇതൊക്കെ കണ്ടിട്ട് ആകെ ഇത് കിടന്നൊന്ന് വിരകുവാണേ. അപ്പം നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ഫ്രെയിം. ഇത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയിരുന്നു. ഇവന് കുഞ്ഞിതായിരുന്നു. അപ്പോൾ ഇവൻ്റെ 28 കെട്ടിൻ്റെ പരിപാടിക്ക് വേണ്ടി എടുത്തായിരുന്നു. ഇനിയിപ്പം നമുക്ക് വേറെ കിട്ടിയിരിക്കുന്ന ഒരു ഫ്രെയിം നല്ല രസമുണ്ട് കാണാൻ. നമ്മളെല്ലാവരും കൂടി എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോയാണ്. ഇക്കുവും അമ്മയും അച്ഛനും. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇക്കുവിൻ്റെ കുറേ ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റാണ്. ഇനി ഇക്കോ ഇങ്ങോട്ട് വന്നേ, വന്നേ, ഒരു ഇത് കാണിക്കാം. എനിക്കിത് കണ്ടിട്ട് പാവയാണെന്നാണ് തോന്നുന്നത്. ഹായ് ഇക്കു, നമുക്ക് പാവേനെ കിട്ടി. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പുള്ളി ഒന്ന് അടങ്ങി ഒതുങ്ങി ഇരിക്കുമോ എന്നൊന്ന് നോക്കാം. ഹായ്, ദേ നോക്കിക്കേ, വാ വാ, ഹായ് ന്യൂ പാവാ, വാ വന്ന് നോക്കിക്കേ. ഇക്കൂട്ടാ വാ കുഞ്ഞു വാ. പുള്ളിക്ക് ഇതിലൊന്നും വലിയ മീച്ചമൊന്നുമില്ല. ഇത് ഇക്കുവിന് കിട്ടിയിട്ടുള്ള കുറച്ച് വണ്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ കയറ്റി ഇരുത്തിയിട്ട് ഇങ്ങനെ നമുക്ക് ഓടിക്കാം. സെയിം തന്നെ പല വലിപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതൊരു റെഡും വൈറ്റും കോംബോ ആണ്. ഇതിൽ പാട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെ സെറ്റപ്പായിട്ട് പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനിപ്പോൾ എങ്ങനെ നിർത്തണമെന്നൊന്നും എനിക്ക് വലിയ വഴി അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പം ഇതാണെങ്കിൽ ഒരു കുഞ്ഞി കുതിരയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ആടാനൊക്കെ പറ്റും. അപ്പം പുള്ളി അതൊക്കെ കണ്ടപ്പോൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുക കേട്ടോ. പക്ഷെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല. പക്ഷെ ഇതൊക്കെ കണ്ട് പുള്ളി ഇപ്പം സെറ്റായിട്ടിരിക്കുകയാണ്. ഈ കുതിരയിൽ കയറണമെന്നുണ്ടാക്കൂ, ബാ. എന്നാൽ ഇവനെ എടുത്തോ. പിന്നെ ഇത് അവന് കിട്ടിയിട്ടുള്ള ഒരു സൈക്കിളാണ്. അപ്പം ഇവിടെ ഒരു ഞാൻ ക്ലോസർ വ്യൂ കാണിക്കാം. ഇതിലൊരു സപ്പോർട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഊർന്നൊന്നും പോകത്തില്ല പിള്ളേർക്ക്. പിന്നെ നമുക്ക് വഴിക്കൂടെയൊക്കെ കൊണ്ട് നടക്കാം. വെയിലൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഷീൽഡുണ്ട്. പിന്നെ ബാക്കിൽ ഇപ്പോൾ എന്തെങ്കിലും വയ്ക്കണം എന്നുണ്ടെങ്കിൽ ബാക്കിലൊരു കൊട്ടയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു സാധനമാണ്. കാരണം ഈ ഏജിലും നമുക്ക് ഉപയോഗിക്കാം, വേറെ പേടിക്കണ്ട ഈ സപ്പോർട്ടുള്ളത് കൊണ്ട്. ഇതിനും പിന്നെ പാട്ടൊക്കെ ഉണ്ട്. ന്യൂജൻ പാട്ടുകളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇക്കു ഇത് കയറി ഇരുന്നാലോ? ഇഷ്ടമുണ്ടോ മോന്? നമ്മൾ ഇടയ്ക്ക് മോനെ കൊണ്ട് ഇങ്ങോട്ട് വഴിയിലേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് ഈ സാധനം കൊണ്ട്. ഇത് ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങി. കാരണം ഈ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് അവൻ ബർത്ത്ഡേ സെലിബ്രേഷന് തന്നെ കുറച്ച് ഇവനെ ഒന്ന് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റിയത്. ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു സാധനം, ഇത് നമ്മൾ കിട്ടിയ പാടെ തന്നെ അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്ത് തുടങ്ങി. കാരണം ഒരു ബാത്ത് ടബാണ്, ബേബി ഹഗ്ഗിൻ്റെ ഒരു ബാത്ത് ടബ്. നമുക്കിതിങ്ങനെ താത്തി വയ്ക്കാം. ഒരു സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളം നിറച്ച് കുഞ്ഞിനെ ഇരുത്തിയിട്ട് നമുക്ക് കുളിപ്പിക്കാനൊക്കെ പറ്റും. അപ്പം ഇവിടെ ഒരു നോബുണ്ട്. ഈ നോബ് തുറന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ വെള്ളം നമുക്ക് ഒഴുക്കി കളയാനും പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കാരണം കുഞ്ഞുങ്ങൾ കിടന്ന് കുളിക്കേണ്ട സമയം കഴിയുകയും ചെയ്തു. ഇരുന്ന് കുളിക്കുന്ന ഒരു സമയത്ത് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇഷ്ടമായിരിക്കും കൊച്ചുങ്ങൾക്ക് കുളിക്കാൻ. ഇതൊരു ഭയങ്കര നല്ലൊരു ഗിഫ്റ്റായിരുന്നു. ഇത് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും ഒത്തിരി കൺസ്യൂം ചെയ്യത്തില്ല. കാരണം ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മടക്കി സൂക്ഷിക്കുകയും ചെയ്യാം. ഇതൊരു ഐറ്റം ആണ്. ഇനിയിപ്പോൾ ഇക്കു പിടിച്ചിരിക്കുന്ന ഈ സാധനം തന്നെയാണ് മൈക്ക്. വയർലെസ് ഒരു ബ്ലൂടൂത്ത് ഒരു സ്പീക്കറും മൈക്ക് സെറ്റുമാണ്. അപ്പം നമുക്കിതിലേക്ക് പാട്ടുകളല്ലാതെ കൊടുക്കാം, ബ്ലൂടൂത്ത് വഴി അങ്ങനെ പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ മൈക്കിൽ കൂടെ പാടിയിട്ട്. അപ്പോൾ പുള്ളി ഒരു പാട്ടുകാരനൊക്കെ ആയതുകൊണ്ട് അവർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ പുള്ളിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല. ഇപ്പോൾ തിന്നാൻ വേണ്ടി വരും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മൈക്കൊക്കെ ഓൺ ചെയ്തിട്ട് പാട്ട് പാടുന്നതും കാണാം.
ഇതിലിരുന്നു. ഇനിയിപ്പം ഇതും മുന്നേ കാണിച്ച വണ്ടികളുടെ വേറൊരു ലെവല് വണ്ടിയാണ്. ശരിക്കും ഇതിൻ്റെ സെറ്റപ്പ് എന്താണെന്ന് നമുക്ക് ഇതിൻ്റെ ബുക്കിലൊക്കെ നോക്കി ഒന്ന് പഠിക്കണം എന്ന് തോന്നുന്നു. കാരണം ഇത് കണ്ടപ്പോൾ ഇതിലേക്ക് വരാൻ വേണ്ടി പുള്ളി വരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഏജ് ആയിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം തന്നെ പുള്ളിക്ക് ഇഷ്ടമായി. ഇത് വേറൊരു ഐറ്റം, കളറൊക്കെ കുറച്ച് ഫ്രീക്കാണ്, രസമായിട്ടുണ്ട്. പിന്നെ വേറൊരു മോഡാണ് ഓപ്പറേറ്റിംഗ് ചെയ്യുന്നതെന്ന് തന്നെ തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ബുക്കൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്താണ് സെറ്റപ്പ് എന്നൊന്നും അറിയണം. ഇനി നമ്മൾ ഗിഫ്റ്റുകൾ, ഇതൊക്കെ അവന് കിട്ടിയ ഡ്രസ്സുകളാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ നമുക്ക് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് ഓർത്തു. കാരണം അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും ഈ വീഡിയോ. ഇപ്പം നമുക്ക് അല്ലാത്ത ഗിഫ്റ്റുകളൊക്കെ, ടോയ്സും കാറും അങ്ങനെയുള്ള വണ്ടികളും ഒക്കെ അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവനെ എടുത്തിട്ട് നമുക്ക് ഈ സൈഡിൽ വയ്ക്കാം. ഇനി ഇത് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതും ബേബി ഹഗ്ഗിൻ്റെ തന്നെയാണ്. ഇതൊരു ബാറ്റ്, പിന്നെ സ്റ്റമ്പ്, ഈ സ്റ്റമ്പ് സെറ്റ് ചെയ്യാനുള്ള ഒരു സാധനമുണ്ട് ഇതിൽ. പിന്നെ ബോള്, ഇതിങ്ങനെയാണ്. അപ്പം ഇത് അവന് കളിക്കാറൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് വയസ്സായി കഴിയുമ്പോഴേ ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ. കാരണം 3+ ഇയേഴ്സിന് പ്ലസ് ആണ്, 3+ ഇയേഴ്സ് ഉള്ള കുട്ടികളാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് തന്നെ. അപ്പം കുറച്ച് മെച്യൂറൊക്കെ ആയിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് വലുതൊക്കെ ആയി കഴിയുമ്പോഴേക്കും കൊച്ചിന് ഇത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് ടോയ്സ് ഏതൊക്കെയാണ് അവന് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കാം. ക്യൂട്ടായിട്ടുള്ള മെസ്സേജുകളൊക്കെ ഉണ്ട്, അതൊന്നും വായിക്കുന്നില്ല നമ്മളിപ്പം. അപ്പം പുള്ളി ആകെ എക്സൈറ്റഡ് ആണ്. ഇക്കു നോക്കിക്കേ. ഒരു കാറാണ് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ക്ലോസർ വ്യൂ നമുക്കൊന്ന് കാണാം. ഒരു ഗ്രീൻ കാറ്, ബാറ്ററി ഇടേണ്ടതാണെന്ന് തോന്നുന്നു. ബാറ്ററി വെച്ചിട്ട് ചലിക്കുന്നതാണ്. ഇങ്ങനെ ഒരു കാറാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയും നമുക്കൊരു ടോയ് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇതിൻ്റെ തല എവിടെ പോയത് ഞാനോർത്ത് പേടിച്ചു പോയി. ഇതൊരു ഒട്ടകമാണ്. എനിക്ക് തോന്നുന്നു അതും ഓടി ഓടി നടക്കുന്ന ഒരു ഒട്ടകമാണ്, ഒരു ബാറ്ററിയിലൂടെ ചലിക്കുന്നത്. അപ്പോൾ ഓടി ഓടി അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം എല്ലാം കൂടി കണ്ടിട്ട് പുള്ളി ആകെ എക്സൈറ്റഡ് ആണ്. അയ്യോ, ഇവനെ നമുക്ക് തൽക്കാലത്തേക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇവനെ എല്ലായിടത്തോടെ ഓടി നടക്കും. ഇത് നെക്സ്റ്റ് ഒരു ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഒരു കാറാണ്. ഇതിൻ്റെ സെറ്റപ്പ് ബൈക്ക്, കാർ. ഈ ഐറ്റം ഇനി നെക്സ്റ്റ് ഉള്ള ഈ ഒരു ഐറ്റം എന്ന് വെച്ചാൽ ഒരു ബൈക്കാണ്, ഒരു ഗ്രീൻ ബൈക്ക്. പുതിയ മോഡൽ ബൈക്കൊക്കെ ആണെന്ന് തോന്നുന്നു. എനിക്കിതിൻ്റെ ബ്രാൻഡ് പേരൊന്നും അറിയത്തില്ല, വലിയ വിവരമില്ല ബൈക്കിനെ പറ്റിയൊന്നും. അപ്പം അതിവിടുന്ന് ഇങ്ങനെ അവന് കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഇതാണ് ബൈക്ക്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഐറ്റം ഒരു വാലൊക്കെ കാണുന്നുണ്ട്. ഒരു മങ്കിയുടെയാണ്. ഇക്കു നോക്കിക്കേ, മങ്കി. പുള്ളിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാറിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി ഇപ്പോഴും. അപ്പോൾ ഈ മങ്കി നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മങ്കിയാണിത്.
ഇനി ഇക്കുവിൻ്റെ ഷൂ ആണ് ഇത്. ഇക്കുവിന് ഇടാൻ പറ്റിയ പാട്ടുണ്ടോയെന്ന് അറിയത്തില്ല, പാട്ടൊന്നും ഇല്ലാത്ത കുഞ്ഞിപ്പോൾ നടന്നു തുടങ്ങും. അവനിപ്പോൾ കറക്റ്റായിട്ട് നടന്ന് തുടങ്ങിയിട്ടില്ല. അപ്പോൾ നടന്ന് തുടങ്ങുമ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ളൊരൈറ്റാണ്. ഷൂ ഉണ്ട്. ഇനി അയ്യോ, നെക്സ്റ്റ് വീണ്ടും ഒരു ഷൂ ആണ്. ഇത് വേറെ കുറച്ച് ഇത് ഇവന് എത്ര വയസ്സാകുമ്പോൾ ഇടാൻ പറ്റുമെന്നൊന്നും ഐഡിയ ഇല്ല. കാരണം ഇത് വേറെ ലെവൽ ഷൂ ആണ്. ഇതിൻ്റെ ബാക്കൊക്കെ നോക്കിയാൽ തന്നെ അറിയാം എന്തൊക്കെയോ സെറ്റപ്പുള്ള ഷൂ ആണ്. ഇതിന് പാട്ടുണ്ടോ അറിയത്തില്ല, പാട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ കുറച്ച് പൊക്കോ എന്തോ കട്ടിയൊക്കെ ഉള്ളൊരു ടൈപ്പ് മോഡലാണിത്. ഇതും നമ്മൾ ഡ്രസ്സിൻ്റെ കൂടെ അൺബോക്സ് ചെയ്യാം. കാരണം ഡ്രസ്സാണെന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ്. ഇതിൻ്റെ ക്ലോസർ വ്യൂ നമുക്കൊന്ന് കാണാം. ഇതൊരു പിയാനോ ആണ്, ഒരു എലിഫൻറ്റ് പിയാനോ. അപ്പോൾ ഇതിൽ നമ്മൾ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ സാരി ഗമ പദനിശയൊക്കെ കേൾക്കാം. പിന്നെ കൂടാതെ എലിഫൻറ്റിൻ്റെയും ബേർഡ്സിൻ്റെയും ക്യാറ്റ്, ഡക്ക്, ഗോട്ട്, അങ്ങനെ കുറേ സാധനങ്ങളുടെയൊക്കെ സൗണ്ട് ഇതിൽ നിന്ന് കേൾക്കാം. പുള്ളി ഇപ്പം ഇതിൻ്റെ പുറകെയാണ്. ഏകദേശം ഇതിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ തീരുമാനമാക്കാമെന്ന് തോന്നുന്നുണ്ട്. റിദാൻ ശിവകുമാർ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് മാറേണ്ടതാണ്. അവരിവിടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ആകെ കൊളാക്കുന്നുണ്ട്. ഇതൊരു ആമക്കുട്ടനെയാണ്. നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ ഷോർട്സിൽ നമ്മൾ ഒരിക്കലും ആമക്കുട്ടനെ കണ്ടിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് ഒക്കെ അതിൻ്റെ പുറകിൽ ഒരു സ്ട്രോ വന്നിട്ടൊക്കെയുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത് കണ്ടിട്ട് നമ്മുടെ ഫാൻസും എല്ലായിരിക്കും ഒരു ആമക്കുട്ടനെയാണ് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കു നോക്കിക്കേ കുഞ്ഞ, ആമക്കുത്തൻ. ഇതും ഒരു ടോയ് തന്നെയാണ്. ഇതെന്തോ സെറ്റപ്പ് സാധനമാണെന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. ഒരു ക്യാറ്റ്. അപ്പോൾ കുഞ്ഞുങ്ങൾ നടന്നു തുടങ്ങുമ്പോഴൊക്കെയുള്ള പ്രായമാകുമ്പം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഈ സാധനം. അപ്പം അതും നമ്മൾ ഇപ്പോഴേ എല്ലാം പൊട്ടിച്ചിടുന്നില്ല. അതൊരു നല്ല ഗിഫ്റ്റാണ്. ഇപ്പം നമ്മളിനി വേറൊരു ഐറ്റമാണ് പൊട്ടിക്കാൻ പോകുന്നത്. എനിക്കറിയത്തില്ല ഈ വീഡിയോയിലൊക്കെ ഉണ്ടോയെന്ന്. കാരണം പുള്ളി അവിടെ ഇരുന്നിട്ട് പുള്ളിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഭയങ്കര കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഇഷ്ടപ്പെട്ട് അതിൽ എന്തൊക്കെ ഇനി മാറ്റങ്ങൾ വരുത്തി സെറ്റപ്പ് ചെയ്യാമെന്നുള്ള ഇതിലാണ് ഇക്കു ഇരിക്കുന്നത്. ഈ ഒരു ഗിഫ്റ്റ് ഇക്കുവിൻ്റെ അമ്മു കുഞ്ഞമ്മയുടെ ഗിഫ്റ്റാണ്. അപ്പം അത് നമ്മൾ പൊട്ടിച്ച് നോക്കുകയാണ് എന്താന്ന്. ബേസിക്കലി അമ്മു കുഞ്ഞമ്മ പോലും ഈ ഗിഫ്റ്റ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ചെയറാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാടാൻ പറ്റുന്ന, ഈ കുതിരേനെ പോലെ തന്നെ ഇരുന്നാടാൻ പറ്റിയ ഒരു ചെയറാണിത്. അപ്പം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചതിന് ടൈം വേണ്ടി വരും. അപ്പോൾ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ചെയറാണ്. ഒരു ദിവസം നമ്മളിത് സെറ്റ് ചെയ്തിട്ടൊക്കെ കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഏകദേശം ഞങ്ങളുടെ കുറേ ഐറ്റംസൊക്കെ തന്നെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. കുറേ ടോയ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇനിയിപ്പം നമുക്ക് ഡ്രസ്സുകളാണ് അൺബോക്സ് ചെയ്ത് കാണിക്കേണ്ടത്. അത് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് ആയി പോകും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ഇങ്ങനത്തെ കൂട്ടുള്ള രസകരമായ വീഡിയോസൊക്കെ ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ബൈ ബൈ.